ഹായ് ഫ്രണ്ട്സ്, കുങ്ഫു ആൻഡ് ഫിറ്റ്നസ് ഗൈഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഫെലിക്സ് ജോഷി. അപ്പോൾ ഇന്നത്തെ ട്രെയിനിങ് നമ്മൾ കുങ്ഫുവിൻ്റെ ബേസിക് മൂവ്മെൻറ്റുകളെ കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ബ്ലോക്കുകളുടെയും പഞ്ചുകളുടെയും പ്രാക്ടീസാണ് നമ്മൾ ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ ഈ ബ്ലോക്കുകളും പഞ്ചുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മൂവ്മെൻറ്റ് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലെഫ്റ്റിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. ഒരു സ്റ്റെപ്പ് ഫോർവേഡിലേക്ക് വെക്കുക. അതിനോടൊപ്പം ലെഫ്റ്റ് ഹാൻഡ് ലോവറിലേക്ക് ഉണ്ട്. ഈ ഒരു പോർഷനിലേക്ക് നമ്മൾ നേരെ വരുന്ന ഒരു കിക്കിൻ്റെ ലോവറിലേക്ക് വരുന്ന ഒരു കിക്കിനെ ജസ്റ്റ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് വെച്ച് ഇവിടെ ഒന്ന് ഗാർഡ് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ കൗണ്ടർ പഞ്ച്, നമ്മൾ ഈ ഗാർഡ് ചെയ്ത കൈ പുൾ ബാക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ റൈറ്റ് നമ്മളിവിടെ ഫിസ്റ്റ് ചെയ്തിരിക്കുന്നത് റൈറ്റ് ഹാൻഡ് ഇവിടുന്ന് സ്ട്രൈറ്റ് പഞ്ചടിക്കുക. നല്ല ഫോഴ്സ് കൊടുത്തുകൊണ്ട് പഞ്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്റ്റെപ്പ് മൂവ് ചെയ്യുന്നു. ഒരു സ്റ്റെപ്പ് ഫോർവേഡ് വെക്കുന്ന സമയത്ത് പഞ്ച് ചെയ്ത കൈവച്ച് തന്നെയാണ് അടുത്തൊരു ബ്ലോക്കിൻ്റെ പൊസിഷൻ വരുന്നത്. ബ്ലോക്ക് ചെയ്ത് നമ്മൾ പുൾ ബാക്ക് വെച്ചേക്കുന്ന കൈവച്ച് കൗണ്ടർ അടുത്തൊരു പഞ്ച് കൂടി വരുന്നു. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇതുപോലെ ഫിനിഷ് ചെയ്താൽ നമ്മൾ അടുത്ത ലെഗ് എടുക്കുന്ന സമയത്ത് ഈ ലെഗ് എടുക്കുന്ന സമയത്ത് ഈ പഞ്ച് ചെയ്ത കൈവച്ച് തന്നെ ഇവിടുന്ന് തന്നെ ഇവിടെ ബ്ലോക്ക് ചെയ്യുന്നു. അടുത്ത് പുൾ ബാക്ക് ചെയ്ത കൈവച്ച് പഞ്ചടിക്കുന്നു. അപ്പോൾ പഞ്ചടിക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ബ്ലോക്ക് ചെയ്ത കൈ നേരെ ബാക്കിലേക്ക് ഇതുപോലെ വലിച്ചിവിടെ വെക്കുന്നു. അടുത്ത മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് 1 2, നെക്സ്റ്റ് അടുത്ത മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് 1 2, അടുത്ത മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് 1 2. ഇതുപോലെ ബ്ലോക്ക് പഞ്ച് നല്ല ഫോഴ്സ് കൊടുത്തുകൊണ്ട് ബ്ലോക്കും പഞ്ചും. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു മൂവ്മെൻറ്റ് നമ്മുടെ ചെസ്റ്റിന് നേരെ വരുന്ന ഒരു പഞ്ചിന്, ഒരു മിഡിൽ പഞ്ചിനെ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ട് കൗണ്ടർ പഞ്ച് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു മൂവ്മെൻറ്റ് കൂടെ നോക്കാം. നമ്മൾ ലെഗ് വെക്കുന്നത് ലെഫ്റ്റ് ലെഗ് തന്നെ, ഫസ്റ്റ് മൂവ്മെൻറ്റ് ചെയ്ത പോലെ തന്നെ ലെഫ്റ്റ് ലെഗ് തന്നെയാണ് വെക്കുന്നത്. പക്ഷേ അതിനോടൊപ്പം നമ്മൾ മിഡിലേക്ക് ബ്ലോക്കും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കൗണ്ടർ പഞ്ചും ചെയ്യുന്നുണ്ട്. അപ്പം ലെഫ്റ്റ് ലെഗ് വെക്കുന്ന സമയത്ത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് തന്നെയാണ് ഫസ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് തന്നെ ഈ ഒരു പാർട്ടിലേക്ക് ബ്ലോക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ കൗണ്ടർ പഞ്ചും കൂടി ചെയ്യുക. ഇനി ഒരുമിച്ച് അടുത്ത ലെഗ് എടുക്കുന്ന സമയത്ത് ഈ ലെഗ് എടുത്ത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പഞ്ച് ചെയ്ത കൈയും ബ്ലോക്ക് ചെയ്ത കൈയും ഇതുപോലെ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് നിങ്ങൾ ഇടതുവശത്തേക്ക് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്യുക. ഈ ലെഗിങ്ങോട് വരുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഇവിടെയാണ് പഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ കണ്ടോ ഈ ലെഗ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇത് പുൾ ബാക്ക് വരിക. ഇനി ഇവിടുന്ന് ലെഗ് ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് അടുത്ത മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് ഇവിടുന്ന് ബ്ലോക്കും പഞ്ചും ഓൾറെഡി ഉണ്ട്. മൂവ്മെൻറ്റ് ഇവിടെ നിന്നാണ് വരുന്നത്, ഈ ഒരു ഭാഗത്ത് നിന്നുണ്ട് 1 2 ഇതുപോലെ ഫോഴ്സ് ചെയ്യുക. തിരിച്ചടുത്തൊരു മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് കണ്ടോ വീണ്ടും പുൾ ബാക്ക് ചെയ്യുക. ഇവിടെ നിന്ന് കണ്ടോ 1, അടുത്ത മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ 2 3 4 5. അപ്പം ഇതുപോലെ ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ മൂന്നാമതായിട്ട് നമുക്കൊരു ഫേസ് പഞ്ച്, നമ്മുടെ ഫേസിന് നേരെ വരുന്ന ഒരു ഫേസ് പഞ്ചിനെ ബ്ലോക്ക് ചെയ്തിട്ട് തിരിച്ച് കൗണ്ടർ പഞ്ച് ചെയ്യുന്നു. ഇത്തവണ ലെഗിൻ്റെ പൊസിഷൻ പഴയതുപോലെ തന്നെ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് ഫേസിലേക്ക് വരുന്ന പഞ്ചിന് ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഉണ്ട് ബ്ലോക്ക് ഈ ഒരു പൊസിഷനിൽ ഇവിടുന്ന് ഈ ഒരു ഡയറക്ഷനിലാണ്, ക്രോസ് അല്ല, ഇതൊരല്പം ഈ ഒരു ആംഗിളിലാണ്. ഇതുപോലെ എൽ ടൈപ്പ് ഇരിക്കാതെ കണ്ടോ ഈ ഒരു ഡയറക്ഷനിൽ ഇരിക്കാതെ ചെറിയൊരു കർവ് ഇതുപോലെ കൊടുക്കുക. ഈ ഒരു പൊസിഷനിലേക്ക് വരുന്നു, ഇവിടുന്ന് കൂടെ പഞ്ച് പിടിച്ച് വരുന്നു. ഈ ഒരു മൂവ്മെൻറ്റ് വരുന്നപ്പോൾ ഒരുമിച്ചാണ് ഈ ഒരു മൂവ്മെൻറ്റ് വരുന്നത്. കണ്ടോ ബ്ലോക്ക് പഞ്ച്. അടുത്തൊരു സ്റ്റെപ്പ് കയറുന്ന സമയത്ത് നേരത്തെ പോലെ തന്നെ ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഫോൾഡ് ചെയ്യുന്നു. ഇനി ഇവിടെ നിന്ന് ഇതുപോലെ 1 2 ബാക്കി നമ്മൾ റിവേഴ്സ് ആക്ഷൻ ഇവിടെ നിന്നാണ് ഈ ഒരു ആക്ഷൻ വരുന്നത്. 1 അടുത്തൊരു മൂവ്മെൻറ്റ് ഒരു സമയത്ത് ക്ലോസ് ചെയ്യുന്നു 2, അടുത്തൊരു മൂവ്മെൻറ്റ് ഒരു സമയത്ത് ക്ലോസ് ചെയ്യുന്നു 3, അടുത്ത മൂവ്മെൻറ്റ് ഒരു സമയത്ത് ക്ലോസ് ചെയ്യുന്നു 4 1 2. ഇതുപോലെ ഈ മൂവ്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യാം. അത് നമുക്ക് അടുത്തൊരു മൂവ്മെൻറ്റ് കൂടി ചെയ്യാം. ഇത്തവണ നമ്മളൊരു സ്നാപ്പ് കിക്കാണ്, ഒരു ഫ്രണ്ട് ഒരു സ്നാപ്പ് കിക്കും കൂടെ പഞ്ച് കൂടിയായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കാം. ഒരു സ്റ്റെപ്പ് നിങ്ങൾ ലെഫ്റ്റ് ലെഗ് ഒരു സ്റ്റെപ്പ് ഇതുപോലെ ഒന്ന് മുന്നിലേക്ക് കയറ്റി വെക്കുക. ഇനി നമ്മൾ ബാക്ക് ലെഗിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ റൈസ് ചെയ്യുക. ഇനി ഇതുപോലെ ഒന്ന് ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. ഇനി ഇവിടെ നിന്ന് കിക്ക് ഇതുപോലെ കിക്ക് അടിക്കുക. ഈ കിക്ക് അടിക്കുന്ന സമയത്ത് നിങ്ങൾ ഇപ്പോൾ റൈറ്റ് ലെഗിനെ കിക്ക് അടിച്ചേക്കുന്നത് ലെഫ്റ്റ് ഹാൻഡ് ഇതുപോലെ ഒന്ന് പഞ്ച് ചെയ്യുക. ഇനി ഇത് ഫോൾഡ് ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ലെഗ് ഫോൾഡ് ചെയ്തിട്ട് താഴെ ടച്ച് ചെയ്യുന്നു. അടുത്ത ലെഗ് ബാക്കിൽ നിന്ന് എടുക്കുന്നു. സെയിം അതേ ലെഗ് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് വീണ്ടും കിക്ക് അടിക്കുന്ന സമയത്ത് നമ്മുടെ റൈറ്റ് ഹാൻഡ് ഇവിടെ നിന്ന് ഓപ്പോസിറ്റ് പഞ്ച് ചെയ്യുന്നു. വീണ്ടും ഇത് ഫോൾഡ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പ് വെക്കുന്ന സമയത്ത് 1 2 3 4 5 6 ഇതുപോലെ ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം.
അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.